ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. അഖില ഗുരു ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരും കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ 24-ാമത്തെ അധ്യായമാണ് വർണ്ണിക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ 7-ാമത്തെ വയസ്സിൽ നടന്നൊരു ലീലയാണ്. ഭഗവാനപി തത്രൈവ ബലദേവേന സംയുത അപശ്യൻ വസൻ ഗോവാൻ ഇന്ദ്രയാഗക്രതോദ്യമാൻ. തദഭിജ്ഞോപി ഭഗവാൻ സർവാത്മാ സർവദർശന പ്രശ്രയാവനതോ പൃച്ഛൽ വൃദ്ധാൻ നന്ദപുരോഗമാൻ. കഥ്യതാം മേ പിതക്കോയം സംഭ്രമോ ഉപാഗത കിം ഫലം കസ്യ ചോദ്ദേശക്കേന വാ സാധ്യതേ മഖ. ഏതൽ ബ്രോഹി മഹാൻ കാമോ മഹ്യം ശുശ്രൂഷവേ പിത. നഹി ഗോപ്യം ഹി സാധൂനാം കൃത്യം സർവാത്മനാമിഹ. നന്ദഗോപരും ഗോപന്മാരും ഒരു യാഗം ചെയ്യാൻ ഉത്സാഹിക്കുന്നത് കണ്ടു. ആരെയാണ് യാഗം കൊണ്ട് ആരാധിക്കുന്നത്? എന്തുദ്ദേശത്തോടെയാണ് യാഗം ചെയ്യുന്നത്? ഈ ലോകത്തിൽ സർവത്ര ആത്മാവിനെ ദർശിക്കുന്നവരും ഞാനെന്നും അന്യനെന്നുമുള്ള ഭേദദൃഷ്ടിയില്ലാത്തവരും ബന്ധു ഉദാസീനൻ ശത്രു എന്നീ ഭേദമില്ലാത്തവരുമായ സജ്ജനങ്ങൾക്ക് ഗോപ്യമായി യാതൊരു കാര്യവുമില്ലല്ലോ. ഇപ്പോൾ ചെയ്യാൻ പോകുന്ന യാഗം വിവരമുള്ളവരുമായി ആലോചിച്ച് ചെയ്യുന്നതാണോ അതോ നാട്ടുനടപ്പനുസരിച്ച് ആചരിക്കുന്നതാണോ? എനിക്ക് പറഞ്ഞു തരൂ എന്നിങ്ങനെ ഭഗവാൻ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ നന്ദഗോപർ പറഞ്ഞു, നമ്മൾ പശുക്കളെ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരല്ലേ. അപ്പോൾ വേണ്ട സമയത്ത് മഴ വേണ്ട പോലെ പെയ്താലല്ലേ പശുക്കൾക്ക് പുല്ലും വെള്ളവും ഒക്കെ ലഭിക്കുകയുള്ളൂ. മഴയുടെ ദേവതയാണ് ഇന്ദ്രൻ. അതിനാൽ സമൃദ്ധമായി മഴയുണ്ടാവണമെങ്കിൽ നമ്മൾ കൊല്ലംതോറും ഇന്ദ്രനെ ഒരു യാഗം കൊണ്ട് ആരാധിക്കാറുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. പർജന്യോ ഭഗവാനിന്ദ്രോ മേഘാ തസ്യാത്മമൂർത്തയ തേഭിവർഷന്തി ഭൂതാനാം പ്രാണനം ജീവനം പയ. ആ യാഗത്തിൻ്റെ ഉച്ഛിഷ്ടം കൊണ്ട് ധർമാർത്ഥ കാമങ്ങൾ സാധിക്കാനായി നമ്മൾ ഉപജീവനം നടത്തി വരുന്നു. അപ്പോൾ മനുഷ്യരുടെ കൃഷി മുതലായ പ്രയത്നങ്ങൾക്ക് ഫലം നൽകുന്നത് മേഘങ്ങളുടെ അധിപനായ ഇന്ദ്രനാണ്. ഇങ്ങനെ പരമ്പരയായി നടന്നു വരുന്ന ആ യാഗത്തെ കാമം, ലോഭം, ദ്വേഷം എന്നിവയാൽ ഉപേക്ഷിക്കുന്നവന് ശ്രേയസ്സുണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്ദഗോപർ ഭഗവാനോട് പറയുന്നു. തം താത വയമന്യേ ച വാർമുജാം പതിമീശ്വരം
ദ്രവ്യൈതൽ രേതസാ സിദ്ധൈര്യജന്തേ ക്രതുഭിർനരാ തൽശേഷേണോപജീവന്തേ ത്രിവർഗഫലഹേതവേ പുംസാം പുരുഷകാരാണാം പർജന്യ ഫലഭാവന. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഇന്ദ്രൻ്റെ അഹങ്കാരം നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭഗവാൻ പറയുന്നത്. എല്ലാവരും അവരുടെ കർമ്മഫലമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഓരോരുത്തരും ജനിക്കുന്നതും മരിക്കുന്നതും കർമ്മം കൊണ്ടാണ്. കർമ്മണ ജായതേ ജന്തു കർമ്മണൈവ ഹി ലീയതേ. സുഖം ദുഃഖം ഭയം ക്ഷേമം കർമ്മണൈവാഭിപദ്യതേ. അപ്പോൾ സുഖം ദുഃഖം ഭയം ക്ഷേമം എന്നിവ ഉണ്ടാകുന്നതും കർമ്മഫലമനുസരിച്ചാണ്. കർമ്മഫലം നൽകാൻ ഒരു ഈശ്വരനുണ്ടെങ്കിൽ അദ്ദേഹവും കർമ്മത്തിന് അധീനനാണ്. കർമ്മം ചെയ്യാത്തവന് ഫലം നൽകാൻ ഈശ്വരനും സാധ്യമല്ല. അപ്പം സ്വന്തം കർമ്മം അനുഭവിക്കുന്നവർക്ക് ഇന്ദ്രനെ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? കർമ്മഫലം മാറ്റി തീർക്കാൻ ഇന്ദ്രൻ വിചാരിച്ചാൽ പോലും കഴിയില്ല. എല്ലാവരും പൂർവജന്മ കർമ്മ സംസ്കാരമനുസരിച്ചാണ് ജീവിക്കുന്നത്. ദേവന്മാരും അസുരന്മാരും മനുഷ്യരും അവരവരുടെ പൂർവജന്മ കർമ്മവാസന അനുസരിച്ചാണ് കർമ്മം ചെയ്യുന്നത്. ശ്രേഷ്ഠവും നികൃഷ്ടവുമായിട്ടുള്ള ശരീരങ്ങൾ സമ്പാദിക്കുന്നതും കർമ്മങ്ങളെ കൊണ്ട് തന്നെയാണ്. കർമ്മഫലമായിട്ടാണ് ശത്രു, മിത്രം, ഉദാസീനൻ, ഗുരു, ഈശ്വരൻ എന്നിങ്ങനെയുള്ള ഭേദങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് സ്വഭാവത്തിന് അധീനരായ എല്ലാവരും സ്വന്തം കർമ്മത്തെ അനുഷ്ഠിക്കണം. ആരെ ആശ്രയിച്ചാണോ ഉപജീവനം നടക്കുന്നത് ആ ആൾ തന്നെയാണ് നമ്മുടെ ദൈവം. ഉപജീവനം നൽകുന്നവരെ അപേക്ഷിച്ച് മറ്റൊരാളെ ആശ്രയിച്ചാൽ അവന് ക്ഷേമമുണ്ടാവാൻ പോകുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. ഇപ്പോൾ ബ്രാഹ്മണൻ വേദം പഠിച്ചും പഠിപ്പിച്ചപ്പോൾ ഭഗവാൻ, അതുപോലെ ക്ഷത്രിയൻ, ബ്രാഹ്മണൻ വേദം പഠിച്ചും പഠിപ്പിച്ചും, ക്ഷത്രിയൻ പ്രജാപരിപാലനം ചെയ്തും, വൈശ്യൻ കൃഷി കച്ചവടാദികൾ ചെയ്തും ആണ് ജീവിക്കേണ്ടത്. ഇപ്പം നമ്മൾ വൈശ്യന്മാരല്ലേ? കൃഷി, കച്ചവടം, പശുപരിപാലനം, പണം പലിശക്ക് കൊടുക്കൽ, ഈ നാലുമാണ് വൈശ്യൻ്റെ കർമ്മം. കൃഷി, വാണിജ്യ, ഗോരക്ഷ, കുസീതം തുര്യമുച്യത്തെ. വർത്തേത ബ്രാഹ്മണ വിപ്രാരാജന്യോ രക്ഷയാ ഭുവാ വൈശ്യസ്തു വാർത്തയാ ജീവേൽ ശൂദ്രസ്തു ദ്വിജസേവയ. കൃഷി, വാണിജ്യ, ഗോരക്ഷ, കുസീതം തുര്യമുച്യത്തെ. വാർത്താ ചതുർവിധാ തത്ര വയം ഗോവൃത്തിയോനിഷം. അപ്പം നമ്മുടെ ജോലി എന്താണ്? പശുപരിപാലനമാണ്. അപ്പോൾ വൈശ്യൻ്റെ കർമ്മത്തെക്കുറിച്ച് പറയുന്നു. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളാണ് നിലനിൽപ്പ്, സൃഷ്ടി, സംഹാരം എന്നിവയ്ക്ക് കാരണം. അപ്പോൾ പ്രപഞ്ചം ഉണ്ടാവുന്നത് രജോ ഗുണത്തിൽ നിന്നാണ്. രജോ ഗുണത്തിൻ്റെ പ്രേരണയാലാണ് മേഘങ്ങൾ മഴ പെയ്യിക്കുന്നത്. മഴ കൊണ്ടാണ് ജനങ്ങൾ ജീവിക്കുന്നത്. അതിൽ ഇന്ദ്രൻ എന്താണ് കാര്യം? നമുക്ക് പട്ടണങ്ങളോ ഗ്രാമങ്ങളോ ഇല്ല. നമ്മളെപ്പോഴും വനത്തിലും പർവ്വതത്തിൻ്റെ താഴ്വരയിലും താമസിക്കുന്നവരാണ്. നമുക്ക് പുല്ലും വെള്ളവും കിട്ടുന്നത് ഗോവർദ്ധന പർവ്വതത്തിൽ നിന്നല്ലേ? അതിനാൽ ഈ പർവ്വതത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ഇന്ദ്രയാഗത്തിനൊരുങ്ങിയ അതേ വിഭവങ്ങൾ തന്നെ മതി. വിശേഷപ്പെട്ട പലഹാരങ്ങളും പായസവും ഉണ്ടാക്കി പർവ്വതത്തിന് സമർപ്പിക്കുക. പച്യന്താം വിവിധാ പാകാ സുപാന്താ പായസാദയ സംയാവാപോപശുഷ്കുല്യ സർവദോഹശ്ച ഗൃഹ്യതാം കുയന്താമഗ്നയ സമ്യക് ബ്രാഹ്മണൈർബ്രഹ്മവാദിഭി അന്നം ബഹുവിധം തേഭ്യോ ദേയംബോ ധേനുദക്ഷിണ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ബ്രാഹ്മണരെ കൊണ്ട് ത്രേതാഗ്നിയിൽ വിധി പോലെ ഹോമം ചെയ്യിപ്പിക്കുക. അവർക്ക് അന്നദാനവും ദക്ഷിണയും നൽകുക. യാഗത്തിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് ജാതി മതഭേദമന്യേ അന്നദാനം നൽകുക. പശുക്കൾക്ക് സമൃദ്ധമായി പുല്ല് കൊടുക്കുക. പിന്നീട് നിവേദ്യങ്ങൾ ഗോവർദ്ധന പർവ്വതത്തിന് നിവേദിക്കുക.
ഗോപന്മാരും ഗോപികമാരും നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അലങ്കാരങ്ങളൊക്കെ ചെയ്ത് ബ്രാഹ്മണരെയും അഗ്നിയെയും പർവ്വതത്തെയും പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കുക. ഇതാണ് ഗോവർദ്ധനയാഗം. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം എന്നിങ്ങനെ ഭഗവാൻ പറഞ്ഞു. ഇങ്ങനെ കൃഷ്ണൻ പറഞ്ഞത് കേട്ട ഗോപന്മാർക്ക് അതാണ് നല്ലതെന്ന് തോന്നി. ഏതൻ മമ മതം താത ക്രിയതാം യതി രോചതേ അയം ഗോബ്രാഹ്മണാദ്രീണാം മഖ്യം ച ദയിതോ മഖ. അപ്പോൾ അവർക്ക് തോന്നി, ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ അതാണ് ശരി എന്ന് തോന്നി. എങ്ങനെ? ഭഗവാൻ പറഞ്ഞ പ്രകാരം ബ്രാഹ്മണരെ കൊണ്ട് സ്വസ്തിവാചകം ചൊല്ലിപ്പിച്ചു. അതിനുശേഷം ഇന്ദ്രയാഗത്തിനൊരുങ്ങിയ ഇന്ദ്രയാഗത്തിനായിട്ട് ഒരുക്കിയ സാമഗ്രികളെ കൊണ്ട് പർവ്വതത്തെ ആരാധിച്ചു. എല്ലാ നിവേദ്യങ്ങളും സമർപ്പിച്ചു. പശുക്കൾക്ക് ധാരാളം പുല്ല് കൊടുത്തു. മഹാബ്രാഹ്മണരെ നമസ്കരിച്ച് ആശീർവാദം വാങ്ങി. നന്ദഗോപരും ഗോപസ്ത്രീകളും ഗോപന്മാരും നല്ല വസ്ത്രങ്ങളെ കൊണ്ട് സ്വയം അലങ്കരിച്ചു. ഗോപികൾ ഉച്ചത്തിൽ ശ്രീകൃഷ്ണ ലീലകൾ പാടിക്കൊണ്ടിരുന്നു. പശുക്കളെ മുമ്പിൽ നടത്തി കാളവണ്ടികളിൽ കയറി ഗോപന്മാരും ഗോപികളും ഗോവർദ്ധന പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്തു. ശ്രീകൃഷ്ണൻ ഇവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള വളരെ വലിയൊരു രൂപത്തെ ഗോവർദ്ധന പർവ്വതത്തിന് മുകളിൽ ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യേക രൂപത്തിൽ, വലിയൊരു രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണസ്തു അന്യതമം രൂപം ഗോപവിശ്രംഭണം ഗത ശൈലോസ്മീതി ബ്രുവൻ ഭൂരി ബലിമാതൽ ബൃഹദ്വപോ. ഞാൻ ഗോവർദ്ധന പർവ്വതമാണ്, ഗോവർദ്ധന പർവ്വത ദേവതയാണ് ഞാൻ എന്ന് പറഞ്ഞ് ഗോപന്മാർ സമർപ്പിച്ച നിവേദ്യങ്ങളെ പ്രത്യക്ഷമായി കഴിച്ചു. ശ്രീകൃഷ്ണൻ പറഞ്ഞു, നോക്കൂ, ഗോവർദ്ധന പർവ്വത ദേവത പ്രത്യക്ഷമായി നമുക്ക് ദർശനം തന്നിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കാം. നമ്മളെ എല്ലാവരെയും ഗോവർദ്ധന രൂപിയായിട്ടുള്ള ഭഗവാൻ രക്ഷിക്കും. ഇങ്ങനെ കൃഷ്ണൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ഗോവർദ്ധന പർവ്വതത്തെയും അതിനു മുകളിൽ ദേവതാസ്വരൂപേണ പ്രത്യക്ഷപ്പെട്ട ഭഗവാനെയും പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. ഇത്യദ്രിഗോദ്വിജമഖം വാസുദേവ പ്രണോദിത യഥാ വിധായത്തെ ഗോപാ സഹ കൃഷ്ണ വ്രജം യയൂ. സർവാന്തര്യാമിയായിരിക്കുന്ന ആ പരമാത്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ വാസുദേവൻ്റെ പ്രേരണ നിമിത്തം നന്ദാദി ഗോപന്മാർ ഗോവർദ്ധന പർവ്വതത്തെയും പശുക്കളെയും ബ്രാഹ്മണരെയും തൃപ്തിപ്പെടുത്താനായി യാഗം കഴിച്ച ശേഷം ശ്രീകൃഷ്ണനോടൊരുമിച്ച് ഗോകുലത്തേക്ക് പോവുകയും ചെയ്തു. ഇവിടെ ഒരു പ്രത്യേക കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. ഭഗവാൻ വേദത്തിൽ വിധിച്ച യജ്ഞത്തെ നിഷ്പ്രയോജനമെന്ന് പറഞ്ഞ് നിഷേധിക്കുകയല്ല ചെയ്തത്. ഇന്ദ്രനെ ആരാധിക്കുന്നതിന് പകരം ഗോവർദ്ധനയാഗം മതി എന്നുമല്ല ഭഗവാന്റെ അഭിപ്രായം. ഇന്ദ്രൻ്റെ അഹങ്കാരം നശിപ്പിക്കാൻ ഇങ്ങനെയൊരു ലീല ഗോവർദ്ധനയാഗം ചെയ്യിപ്പിച്ചു എന്ന് മാത്രം. യജ്ഞങ്ങൾ ഫലകാംക്ഷ കൂടാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുന്നതാണ് കർമ്മയാഗം. അതും അനുശുദ്ധിക്ക് കാരണമായി തീരുകയും ചെയ്യും. ഈ സംഗതി യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിണ. യജ്ഞവും ദാനവും തപസ്സും ബുദ്ധിമാന്മാർക്ക് മനഃശുദ്ധിക്ക് കാരണമാണെന്ന് ഭഗവാൻ ഗീതയിലൂടെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ ഗോവർദ്ധന യാഗം എന്ന ലീലയെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. എല്ലാം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം
സംസരസ്വത്यै നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാതിതരതശ്ചാർത്തേഷഭിജ്ഞഃ സ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതിർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുർ നിർമായസേതേ യദമുഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം ഗൃശീഷ്ട ഭഗവാൻ വചാംസി മേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 24-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ 24-തമോऽധ്യായः. ശ്രീകൃഷ്ണായ നമഃ. ശ്രീശുക ഉവാച. ഭഗവാനഭിതത്രൈവ ബലദേവേന സംയുതഃ അപശ്യന്നിവസൻ ഗോപാൻ ഇന്ദ്രിയായാഗകൃതോദ്യമാൻ. തദഭിജ്ഞോऽപി ഭഗവാൻ സർവാത്മാ സർവദർശനഃ പ്രശ്രയാവനതോ അപൃച്ഛദ് വൃദ്ധാൻ നന്ദപുരോഗമാൻ. കഥ്യതാം മേ പിതഃ കോയം സംഭ്രമോ വ ഉപാഗതഃ കിം ഫലം കസ്യ ചോദ്ദേശ കേന വാ സാധ്യതേ മഖ. ഏതദ്ബ്രൂഹി മഹാൻ കാമോ മഹ്യം ശുശ്രൂഷവേ പിതഃ ന ഹി ഗോപ്യം ഹി സാധൂനാം കൃത്യം സർവാത്മനാം ഇഹ. ഹസ്തസ്വപരദൃഷ്ടീനാം അമിത്രോദാസ്തവിദ്വിഷാം ഉദാസീനോ അരിവദ്വർജ്യ ആത്മവത്സുഹൃദുച്യതേ. ജ്ഞാത്വാ അജ്ഞാത്വാ ച കർമാണി ജനോയമനുതിഷ്ഠതി വിദുഷ കർമ്മസിദ്ധേ സ്യാത് തഥാ ന അവിദുഷോ ഭവേത്. തത്ര താവത് ക്രിയായോഗോ ഭവതാം കിം വിചാരിതഃ അഥവാ ലൗകികസ്തന്മേ പൃച്ഛത സാധുഭണ്യതാം. നന്ദ ഉവാച. പർജന്യോ ഭഗവാനിന്ദ്രോ മേഘാത്തസ്യാത്മമൂർത്തയഃ തേ അഭിവർഷന്തി ഭൂതാനാം പ്രീണനം ജീവനം വയഃ. സംതാതവയമന്യേ ച വാർമുചാം പതിമീശ്വരം ദ്രവ്യസ്തദ്രേതസാ സിദ്ധൈര്യജന്തെ ക്രതുഭിർനരാः തശേഷണോപജീവന്തി ത്രിവർഗഫലഹേതവേ. പുംസാം പുരുഷകാരാണാം പർജന്യ ഫലഭാവനഃ യ ഏവം വിസൃജേർധർമ്മം പാരമ്പര്യാഗതം നരഃ കാമാദ് ലോഭാദ് ഭയാദ് ദ്വേഷാദ് സ വൈ നാപ്നോതി ശോഭനം. ശ്രീശുക ഉവാച. വജോ നിശമ്യ നന്ദസ്യ തഥാന്യേഷാം വ്രജൗകസാം ഇന്ദ്രായ മന്യും ജനയൻ പിതരം പ്രാഹ കേശവഃ. ശ്രീഭഗവാനുവാച. കർമ്മണാ ജായത്തെ ജന്തുഃ കർമ്മണൈവ വിലീയത്തെ സുഖം ദുഃഖം ഭയം ക്ഷേമം കർമ്മണൈവാഭിപദ്യത്തെ. അസ്തി ചേദീശ്വരഃ കശ്ചിത് ഫലരൂപ്യന്യകർമ്മണാം കർത്താരം ഭജതേ സോപി ന ഹ്യകർത്തോ പ്രഭുരിഃസഃ. കിം ഇന്ദ്രേണേഹ ഭൂതാനാം സ്വസ്വകർമാനുവർത്തിനാം അനീശേനന്യഥാ കർത്തും സ്വഭാവവിഹിതം നൃണാം. സ്വഭാവതന്ത്രോ ഹി ജന സ്വഭാവമനുവർത്തത്തെ
സ്വഭാവസ്ഥമിതം സർവം സദേവാസുരമാനുഷം ദേഹാനുച്ചാവജാൻ ജന്തു പ്രാപ്യോ സൃജതി കർമ്മണ ശത്രുർമിത്രമുദാസീന കർമ്മൈവ ഗുരുരീശ്വരഃ തസ്മാ സംപൂജയേത് കർമ്മ സ്വഭാവസ്ഥസ്വകർമ്മകൃത് അഞ്ജസായേന വർത്തേത തദേവാസ്യ ഹി ദൈവതം ആജീവൈകതരം ഭാവം യസ്താന്യം ഉപജീവതി ന തസ്മാദ് വിന്ദതേ ക്ഷേമം ജാരം നാര്യം അസതീയഥാ വർത്തേത ബ്രഹ്മണാ വിപ്രോ രാജന്യോ രക്ഷയാ ഭുവഃ വൈശ്യസ്തു വാർത്തയാ ജീവേ ശൂദ്രസ്തു ദ്വിജസേവയാ കൃഷി വാണിജ്യ ഗോരക്ഷാ കുസീദം ദുര്യമുച്യത്തെ വാർത്താ ചതുർവിധാ തത്ര വയം ഗോവൃത്തയോ വനിശം സത്വം രജതമ ഇതി സ്ഥിത്യുത്പത്യന്തഹേതവഃ രജസോത്പദ്യതേ വിശ്വം അന്യോന്യം വിവിധം ജഗത് രജസാ ചോദിതാ മേഘാ വർഷന്ത്യംബൂനി സർവദഃ പ്രജാസ്തൈരേവ സിദ്ധ്യന്തി മഹേന്ദ്ര കിം കരിഷ്യത്തെ നഃ പുരോ ജനപദാ ന ഗ്രാമാ ന ഗൃഹാ വയം നിത്യം വനൗകസസ്ഥാദാ വനശൈലനിവാസിനഃ തസ്മാദ് ഗവാം ബ്രാഹ്മണാനാം അദ്രേശ്ചാരഭ്യതാം മഖഃ യ ഇന്ദ്രയാഗസംഭാരാ സ്ഥൈരയം സാധ്യതാം മഖഃ പച്യന്താം വിവിധാ പാകാ സോപാന്താ പായസാദയഃ സംയവാപൂപശഷ്കുല്യ സർവദോഹശ്ച ഗൃഹ്യതാം ഹൂയന്താമഗ്നയഃ സമ്യഗ് ബ്രാഹ്മണൈ ബ്രഹ്മവാദിഭിः അന്നം ബഹുവിധം തേഭ്യോ ദേയം വോ ധേനുദക്ഷിണാഃ അന്യേഭ്യാശ്ചാശ്ച ചാണ്ഡാളാ പതിതേഭ്യോ യഥാർഹതഃ യവസം ച ഗവാം ദത്വാ ഗിരയേ ദീയതാം ബലിഃ സ്വലങ്കൃതാ ഭുക്തവന്ത സ്വ അനുലിപ്താ സുവാസസാ പ്രദക്ഷിണം ച കുരുത ഗോവിപ്രാനലവർവദാൻ ഏതന്മമ മദം താതാ ക്രിയതാം യതി രോചത്തെ അയം ഗോ ബ്രാഹ്മണാദ്രീണാം മഹ്യം ചാദയിതോ മഖഃ ശ്രീശുക ഉവാച കാലാത്മനാ ഭഗവതാ ശക്രദർപ്പം ജിഘാംസത പ്രോക്തം നിശമ്യ നന്ദാദ്യാഃ സ്വാദ്യഗഹ്ണന്ത തദ്വജാ തഥാ ച വ്യദധുഃ സർവം യഥാഹ മധുസൂദനഃ വാജയിത്വാ സ്വസ്ത്യേനം തദ്ദ്രവ്യേണ ഗിരിദ്വിജാൻ ഉപഹൃത്യ ബലീൻ സർവാൻ ആദൃതായ വസം ഗവാം ഓധനാനി പുരസ്കൃത്യ ഗിരിം ചക്രുഃ പ്രദക്ഷിണം അനാംസ്യാനടുദ്യുക്താനി തേ ചാരുഹ്യ സ്വലങ്കൃതാഃ ഗോപ്യശ്ച കൃഷ്ണവീര്യാണി ഗായന്ത്യ സദ്വിജാശിഷഃ കൃഷ്ണസ്ത്യാന്യതമം രൂപം ഗോപവിശ്രംഭണം ഗതഃ ശൈലോസ്മീതി ബ്രുവൻ ഭൂരി ബലിമാദദ്ബൃഹദ്ബഭൂ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ തസ്മൈ നമോ വ്രജജനൈ സഹ ചക്രേ ആത്മനാത്മനെ അഹോ പശ്യത ശൈലോസൗ രൂപീനോ അനുഗ്രഹം വ്യധാത് ശേഷോ അവജാനതോ മാർത്യാൻ കാമരൂപീവനൗകസഃ ഹന്തി ഹ്യസ്മൈ നമസ്യാമ ശർമ്മേണ ആത്മനോ ഗവാം ഇത്യദ്രിഗോദിജമഖം വാസുദേവ പ്രണോദിതാഃ യഥാ വിധായ തേ ഗോപാ സഹ കൃഷ്ണാവ്രജം യയുഃ ശ്രീഹരയേ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർദ്ധേ ചതുർവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതത്ക്ഷമസ്വ.
ശിവ ശിവകരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീശാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.